ഇന്നെന്താ പഠിപ്പിക്കാൻ പോണോ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു നല്ലൊരു ഹാബിറ്റ് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. റൈറ്റ്? നല്ല ഹാബിറ്റിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം പറഞ്ഞിട്ട്. ബിഹേവിയർ ഒരു മനുഷ്യന്റെ അടുത്ത് നിന്ന് മറ്റേ മനുഷ്യന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ എങ്ങനെ നമ്മൾ കാണുക, അവരോട് എങ്ങനെ കളിക്കുക, അവരോട് എങ്ങനെ സംസാരിക്കുക, ഇതൊക്കെ പഠിക്കണം. ഇത് ആരും പഠിപ്പിക്കില്ല. ഇപ്പൊ നമ്മുടെ തന്നെ ഇവിടെ കുറെ കുട്ടികളുണ്ട്. അതിൽ കുറെ കുട്ടികൾ നല്ല ബിഹേവിയറുള്ള കുട്ടികളാണ്. കുറച്ച് കുട്ടികളുടെ ബിഹേവിയർ മോശമാണ്. അവർ ചെയ്യണത് മോശമാണ്, അവർ കാണിക്കുന്നത് മോശമാണ്, അവർ ആവർത്തിക്കുന്നത് മോശമാണ്. കുറെ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ വിനു ചെയറിന്റെ മുകളിൽ കാലിട്ടിരിക്കണം, അത് ബാഡാണ്. ആൻഡ് വിനു ഇസ് നോട്ട് പേയിങ് അറ്റൻഷൻ, അത് ഫസ്റ്റ് ബാഡ് ഹാബിറ്റ് ആണ്. അത് വിനു പഠിച്ചിട്ടില്ല, അത് കാരണം വിനുവിനെ പഠിപ്പിക്കണം. അപ്പോൾ വലിയ ആൾക്കാർ സംസാരിക്കുമ്പോൾ അവരെ കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അതാണ് ആദ്യത്തെ ഹാബിറ്റ്. ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യണത്? ഇവിടെ കളിക്കും, പഠിക്കും, ചെയറിലിരിക്കും. കറക്റ്റ് അല്ലേ? അപ്പൊ ചിലവർ പറയും, അങ്കിളെ എന്റെ കൂടെ അവൻ കളിക്കില്ല, അങ്കിളെ എന്റെ കൂടെ അവൻ മിണ്ടില്ല, അങ്കിളെ എന്റെ കൂടെ അവൻ എന്നെ ചേർത്തില്ല എന്നൊക്കെ പറയും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മോശമാണ്, നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല. They don't like you. So if you have to be liked, you have to be good in your behavior, you have to be good in your action, and you have to be good in your total how you carry yourself. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നു. വാട്ട് അങ്കിൾ ഹാസ് ഒബ്സർവ്ഡ് നമ്മുടെ കുട്ടികളിൽ. റൈറ്റ്? അതിൽ ഒന്ന് ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധനം, ഒരു ടോയ് നമ്മൾ അല്ലെങ്കിൽ ഒരു കാറിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടോയ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ കുട്ടികൾ വന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കില്ല. ബാഡ് ഹാബിറ്റ്. ആദിത്യ മാധവന് ആ ബാഡ് ഹാബിറ്റ് ഉണ്ട്. ആദിത്യ മാധവന് ആരും ഇഷ്ടമല്ല. ബിക്കോസ് അവൻ ആ കാറിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റേ കുട്ടികൾക്ക് കാർ കൊടുക്കില്ല. നേരെ മറിച്ച് ചില കുട്ടികൾ എന്ത് ചെയ്യും, കാറിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ 5 minutes ഞാൻ തരാം, 5 minute കളിച്ചു കഴിഞ്ഞാൽ കാറ് കൊടുക്കും, ഇതാ ഇരുന്നോ പറഞ്ഞിട്ട്. അതാണ് കുട്ടികളുടെ ആവശ്യമുള്ളത്. അത് ആദ്യം അത് ചെയ്യില്ല. അത് കാരണം ആദ്യത്തേന് ആർക്കും ഇഷ്ടമല്ല, ബാഡ് ആയിട്ടിരിക്കും. ആൾക്കാർ തല്ലും പിടിക്കും എല്ലാം ചെയ്യും. എന്താണ്? ബിക്കോസ് സെൽഫിഷ് ആണ് ആദ്യം. വൺ ഷുഡ് നോട്ട് ബി സെൽഫിഷ്. സെൽഫിഷ് പറഞ്ഞ എന്താണ്? ഒരു വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ മാത്രം ഓട്ടാൻ പാടുള്ളൂ, മറ്റവർക്ക് ആർക്കും ഓട്ടാൻ കൊടുക്കാൻ പാടില്ല. ദാറ്റ് ഈസ് ബാഡ്. എല്ലാവർക്കും കളിക്കണ്ടേ? അവിടെ 3 കാറ് 3 സൈക്കിളാണ് ഉള്ളത്, ഇത്ര കുട്ടികളുണ്ട് അവിടെ. അപ്പൊ നിങ്ങൾ മാത്രം ഇരുന്നാൽ മതിയോ? മറ്റവർക്ക് ഇരിക്കണ്ടേ? അപ്പൊ അവരടുത്ത് ഷെയർ ചെയ്യണ സമയത്ത് ആരാ ഷെയർ ചെയ്യുക? ഇതാ 5 minutes ഞാൻ തരാം, എന്നിട്ട് 5 minute കഴിഞ്ഞിട്ട് ആ സൈക്കിൾ കൊടുക്കണു, ആ കാർ കൊടുക്കണു. വെരി ഗുഡ്. അങ്ങനത്തെ കുട്ടികളാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാകുക. തരില്ല, ലഹളി ഉണ്ടാക്കുക, പോവുക ചെയ്യുക, ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. ബാഡ്, വെരി ബാഡ്. ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. എല്ലാവരും അവരെ പിടിച്ച് തല്ലും കരയും ഒക്കെ ചെയ്യും. എന്താണ്? സെൽഫിഷ്. എന്താണ് പറയുക? നമ്മള് വലിയ പറയൂ, സെൽഫിഷ്. വൺ ഷുഡ് നെവർ ഹാവ് സെൽഫിഷ് ബിഹേവിയർ അല്ലെങ്കിൽ സെൽഫിഷ് ഇൻട്രസ്റ്റ് പാടില്ല. എപ്പോഴും മറ്റേ ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കണം. ഒരു കുട്ടി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ്, ഐ വിൽ ഗിവ് യു വിത്തിൻ 5 minutes. ഓക്കെ, ജസ്റ്റ് ഗിവ് മീ 5 minutes, ഐ വിൽ പ്ലേ ഇറ്റ്, ഐ വിൽ ഗിവ് ഇറ്റ് ടു യു. അതാണ് കുട്ടികൾ പഠിക്കുക. മറക്കോതിനി ഇനി മേല ഞാൻ ഇവിടെ കളിക്കാൻ കണ്ടപ്പോ എനിബഡി സെൽഫിഷ് ഹാബിറ്റ്സ് ആവർത്തിച്ച് കണ്ടു കഴിഞ്ഞാൽ ഐ വിൽ ബി എ ബാഡ് പേഴ്സൺ. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഫസ്റ്റ്. സെക്കൻഡ്ലി, നമ്മൾ കളിക്കുകയല്ലേ, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അല്ലേ, ആ കളിച്ചുകൊണ്ടിരിക്കുമ്പോ വല്ലവരെയും പോയിട്ട് മാന്തുക, അവരെ കൈ നോണ്ടുക, അല്ലെങ്കിൽ അവരെ തല്ലുക, ഇതൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ആണത്? ഇഷാൻ, ഇസ് ഇറ്റ് ഗുഡ് ഹാബിറ്റ്സ്? ഒരു കാര്യം ചെയ്യും, ഉഗ്രവാദി അവനൊരു അടി അടിക്ക്, ഒരു അടി കൊടുക്കും. ആ പോയിക്ക്. ഇഷ്ടപ്പെട്ടോ? അവൻ അടിക്കുന്നത് ഇഷ്ടപ്പെട്ടു? ഇല്ലല്ലോ. അതേമാതിരി തന്നെ നീ മറ്റേ കുട്ടികൾ അടിക്കുമ്പോ അവർക്ക് ഇഷ്ടപ്പെടില്ല. You should never touch anybody. Do you understand that? Ishan, do you understand that? Good children never touch anybody else. They play together, they smile together, and they behave together. ഈ അടിച്ചു കളിക്കുന്നത് മോശ കുട്ടികളാണ്. റോഡിലൊക്കെ പോലെ ആൾക്കാർ റോഡിൽ ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ വായ വന്നതൊക്കെ തമ്മടുത്തരം പറയുക. കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലോ എല്ലാ ആൾക്കാരും എറഗൻസ് പറയുമോ അതിന്? അങ്ങനെ ആവാൻ പാടില്ല. Nobody will like. That is not your character. Nobody will like that character. Never be arrogant. താനിയ അടിക്കக்கூடாது. വിഹാനി കുട്ടികൾ അടിക്കാൻ പാടില്ല. റൈറ്റ്? രുദ്രദീപ്. അപ്പൊ അങ്കിൾ ഇതൊക്കെ നോക്കണ സമയത്ത് ചില ആക്ടിവിറ്റീസ് അങ്കിൾക്ക് ചില കുട്ടികൾ ഇഷ്ടമാണ്. അങ്കിൾ കുറെ ദിവസമായിട്ട് രാവിലെ വൈകുന്നേരം വരെ കുട്ടികൾ നോക്കുമല്ലോ. അപ്പൊ ചില കുട്ടികൾ അതിൽ ഇഷ്ടമാണ്. ആ കുട്ടികളെ ഞാൻ വിളിക്കും, എല്ലാവരും അവർ തപ്പ് ഓട്ടണം. ആൻഡ് ആ ലോലിപോപ്പ് എടുക്കുക അവിടുന്ന്. ആ കുട്ടികൾക്ക് ആ ലോലിപോപ്പ് കൊടുക്കും. ആരൊക്കെയാണ് നന്നായി ബിഹേവ് ചെയ്യുന്ന കുട്ടികൾ. ഫസ്റ്റ്
കളിച്ചുകൊണ്ടിരിക്കുമ്പോ മറ്റേ കുട്ടികൾക്ക് ടോയ് കൊടുക്കുക, എടുത്തോളൂ പറഞ്ഞിട്ട് കൊടുക്കില്ലേ? അങ്ങനത്തെ കുട്ടികൾ നമ്മുടെ അടുത്ത് ആരാ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ വെച്ചോ. അപ്പൊ സൈക്കിളിൽ കളിക്കണോ കാറിൽ കളിക്കണോ, പെട്ടെന്നൊരു കുട്ടി വന്നു ചോദിച്ചു, ലഹള ഉണ്ടാക്കില്ല, എല്ലാവരോടും ചേർന്ന് കളിക്കണോ, ഗുഡ് ബിഹേവിയർ. അങ്ങനത്തെ കുട്ടി നമ്മുടെ അവിടെ ആകെ ഒരു കുട്ടിയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്, ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യണ കുട്ടി. ആരാണത്? താനിയ. പ്ലീസ് ഗിവ് എ ബിഗ് ഹാൻഡ് ടു താനിയ. താനിയ ആരോടും ലഹള ഉണ്ടാക്കില്ല. ക്ലാപ്പ് എല്ലാവരും ക്ലാപ്പ് ചെയ്യാം. താനിയ വാ, ഇവിടെ വാ. താനിയ ആരെടുത്തും ലഹള കൂടില്ല. ഗോപിജി ഗുഡ് മോർണിംഗ്. നമ്മുടെ ബിഹേവിയർ വൈസ് നോക്കുമ്പോ ആരാണത്? താനിയ. താനിയ വല്ല കുട്ടികളെ അടിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ? ദാറ്റ് ഈസ് വൈ താനിയ ഈസ് വെരി ഗുഡ് ഗേൾ. താനിയക്ക് അങ്കിള് ഭയങ്കര ഇഷ്ടമാണ്. സഫീറ അടിക്കും, ഇഷാൻ അടിക്കും, ആദിദേവ് തീർച്ചയായിട്ടും അടിക്കും. നിമ്മി ബാഡ്, നിമ്മി കൈ പൊക്കണം കണ്ടിട്ടുണ്ട് ഞാൻ. ബിനു പുതിയ കുട്ടി എനിക്ക് അറിയില്ല. അടുത്ത കുട്ടി നന്നായി കളിക്കുന്നത്, രണ്ടാമത് അങ്കിള് വിളിക്കാൻ പോണത് വിഹാനി നിധി. കല്യാണം കണ്ടിട്ടുണ്ടോ വിഹാനി നിധിയെ? കല്യാണം കണ്ടിട്ടുണ്ടോ? വെരി ഗുഡ്. രണ്ടാമത്തെ കുട്ടി വിഹാനി നിധി ആരെയും ചീത്ത പറയില്ല, ആരെയും ബാഡ് വേർഡ്സ് വിളിക്കില്ല, ആരോടും ലഹള കൂടില്ല. കാറിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ വിഹാനിന്റെ അടുത്ത് കാർ തരൂ പറഞ്ഞാൽ വിഹാനി കൊടുക്കും, ബോൾ വേണം പറഞ്ഞാൽ വിഹാനി കൊടുക്കും. അതാണ് ഗുഡ് ഹാബിറ്റ്സ്. നിങ്ങളെ മാതിരിയല്ല, നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. യു പീപ്പിൾ ഹാവ് ടു ഇംപ്രൂവ് ഇറ്റ്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? മൂന്നാമത്തെ കുട്ടി ഞങ്ങൾ വിളിക്കാൻ പോണത് രുദ്രദേവ്. കുട്ടികളില് ഒരു ഭാഷ